ഹായ് ഫ്രണ്ട്സ്, വഖഫ് ഭേദഗതി വിരുദ്ധ സമരം ഒരു വർഗീയ കലാപമായി മാറിയിരിക്കുകയാണ് ബംഗാളിൽ. പട്ടാളം നിയന്ത്രണം ഏറ്റെടുത്തുവെങ്കിൽ പോലും പല പല പ്രദേശങ്ങളിലേക്കും കലാപം കത്തിപ്പടരുകയാണ്. 3 പേർ ഇതിനോടകം മരിച്ചു. യഥാർത്ഥമായി കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് മുസ്ലിം വിരുദ്ധമാണ്, ഇത് വന്നാൽ ആ കുഴപ്പമാണ്. ശരിക്കും ജനങ്ങളിൽ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അതിലെ ചില പ്രൊവിഷൻസ് കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിൽ പോലും മൊത്തത്തിൽ ഇത് മുസ്ലിം വിരുദ്ധമാണ് ഞാൻ കരുതുന്നില്ല. ചില പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡിലേക്ക് അമുസ്ലിമായി ആളുകളെ നിയമിക്കാൻ കഴിയും. ഭരണപരമായ കാര്യങ്ങൾ മാത്രമേ അമുസ്ലിങ്ങളെ നിയമിക്കുന്നുള്ളൂ എന്ന് അമിത്ഷാ ന്യായീകരിച്ചു എങ്കിൽ പോലും എന്താണ് ഇതിന്റെ ആവശ്യം? ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിലേക്ക് ഹിന്ദുക്കളല്ലേ ആരെയും നിയമിക്കാറുണ്ടോ? അവിടെ മുസ്ലിമിനെയോ ക്രിസ്ത്യാനി നിയമിച്ചാൽ അവസ്ഥ എന്താകും എന്ന് പറയുന്ന പോലെയല്ലേ. അതിലുപരി അമുസ്ലിങ്ങളെ അങ്ങോട്ട് നിയമിക്കാമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് കൈയിട്ട് പോകാനുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു നല്ല സോഴ്സാണ്. ആ ശർക്കരക്കുടം എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ എല്ലാ ഭരണസമിതികളും ഗവൺമെന്റ് കൈയിട്ട് വരാനുള്ള നല്ല അവസരമായി മാറിയിരിക്കുക. അതെന്തെങ്കിലും ആവട്ടെ, വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം വർഗീയ കലാപമായി മാറി ഏക സംസ്ഥാനമാണ് ബംഗാൾ എന്നുള്ളത് നമ്മൾ മറക്കരുത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നന്ദിഗ്രാമാണ്. നന്ദിഗ്രാം സമരത്തിന്റെ അനന്തരഫലമായിട്ടാണ് 34 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വന്നത്. ഇതേ അവസ്ഥ മമതാ ബാനർജിക്ക് ഉണ്ടാവാതിരുന്നാൽ നന്ന്. കാരണം മമതാ ബാനർജി പറയുന്നു ഈ നിയമം ഞങ്ങൾ നടപ്പാക്കുകയില്ല എന്ന്. ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? ബംഗാൾ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. ഇന്ത്യയിൽ പാസ്സാക്കപ്പെടുന്ന പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ CAA സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളിവിടെ നടപ്പാക്കുകയില്ല എന്ന്. കേൾക്കാൻ നല്ല കാര്യമാണ്, പക്ഷേ ഒരു ഗവൺമെന്റിന് പറയാനാവുകയില്ല. ഒന്നാമതായി തന്നെ പൗരത്വ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ വകുപ്പാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റ് പറയും ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയുന്നത് ഒരു മണ്ടത്തരം എന്നല്ല എന്ത് പറയാനാണ് എന്ന് പറയുന്ന പോലെ ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ നടപ്പാക്കുകയില്ല എന്ന്. അത് വെറും ബാലിശമെന്നല്ലാതെ എന്ത് പറയാൻ? ഒരു ഇത് പറഞ്ഞാൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവിടെ എന്ത് ചെയ്തിരുന്നോ അത് തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിയും ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ ചെന്നതുമെന്ന് കത്തിരുന്ന് കാണാം. താങ്ക് യു.